നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് പൊന്നാവീരം എന്ന സസ്യത്തെയാണ്. സിസാൽപീനിയേസിയ കുടുംബാംഗത്തിൽപ്പെടുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം കാഷിയ ഓക്സിഡൻ്റാലിസ് എന്നാണ്. സംസ്കൃതത്തിൽ ഇതിനെ കാസഘ്ന, കാസഹാരി, കാസമർദ്ദം എന്നൊക്കെയാണ് നാമധേയങ്ങളുള്ളത്. പേര് പോലെ തന്നെ ഇത് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്കാണ് കൂടുതലായി ഉപയോഗിച്ചു വരുന്നത്. 3 മുതൽ 4 അടി വരെ ഉയരത്തിൽ വളരുന്ന ഒരു ഏകവർഷീയ കുറ്റിച്ചെടിയാണ് ഈ പൊന്നാവീരം. അതുപോലെ ഇതിൻ്റെ ഇലകൾ ഇലത്തണ്ടിൽ സമുഖമായി വിന്യസിച്ചിരിക്കുന്നു. ദീർഘവൃത്താകൃതിയാണ് ഇതിൻ്റെ ഇലയ്ക്കുള്ളത്. ഇതിൻ്റെ ഇലത്തണ്ട് ശീമക്കൊന്നയുടെ ഇലയോട് സാമ്യമുണ്ട്. അതുപോലെ ഇതിൻ്റെ പൂക്കൾ അഗ്രത്തിൽ പൂങ്കുലകളായി കാണപ്പെടുന്നു. വളരെ ഭംഗിയുള്ള മനോഹരമാർന്നൊരു മഞ്ഞ നിറത്തോട് കൂടിയിട്ടാണ് ഇതിൻ്റെ പൂക്കളുള്ളത്. 5 ഇതളുകളാണ് ഇതിനുണ്ടാവുക. അതുപോലെ ഇതിൻ്റെ ഫലം നീണ്ടൊരു 12 സെൻറ്റിമീറ്ററോളം നീളത്തിലും 1 സെൻറ്റിമീറ്ററോളം വീതിയിലുമാണ് ഉണ്ടാവുക. അതിൻ്റെ ഉള്ളിൽ ഒരു 30 വിത്തുകൾ വരെ കാണാൻ സാധിക്കും. കെസോളിൻ, ഓക്സിഡൻറ്റോൾ, ടാനിക് ആസിഡ് തുടങ്ങിയ രാസഘടകങ്ങളാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. അതുപോലെ വേര്, വിത്ത്, ഇല എന്നിവയാണ് ഔഷധയോഗ്യമായ ഭാഗങ്ങൾ. ചുമ, ശ്വാസമുട്ടൽ, ത്വക്ക് സംബന്ധമായ അസുഖങ്ങൾ, മന്ത്, മുറിവ്, ഉണങ്ങാത്ത മുറിവ് എന്നിവയ്ക്കൊക്കെയാണ് ഇത് ഔഷധമായി ഉപയോഗിച്ചു വരുന്നത്. ഇതിൻ്റെ ഔഷധ പ്രയോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ വിശദീകരിക്കുന്നതാണ്. ഈ പൊന്നാവീരം അല്ലെങ്കിൽ കാസമർദ്ദം എന്ന് പറയും. കാസത്തെ മർദ്ദിച്ചൊതുക്കുന്നതാണ് ആ ചെടിയുടെ അർത്ഥം. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം ഈ ചുമ, അതുപോലെ ശ്വാസമുട്ട്. ഇന്ന് ഈ വിപണിയിൽ കിട്ടുന്ന എല്ലാ കഫ് സിറപ്പിലും മെയിനായിട്ടൊരു കണ്ടൻറ്റ് ഈ കാസമർദ്ദമാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേക ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചുമയുള്ള ആൾക്കാർക്ക്, അതുപോലെ ഈ ഡ്രൈ കഫ് ആണെങ്കിൽ, അതായത് ഈ വരണ്ട കഫ ആണെങ്കിൽ ഈ ഇതിൻ്റെ ഇല മൂലെടുത്തിട്ട് അതെടുത്തിട്ട് ഇടിച്ച് പിഴിഞ്ഞ് നീരെടുക്കുക. അതിൽ തേൻ ചേർത്തിട്ട് 2 നേരം കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡ്രൈ കഫ് മാറും. അതുപോലെ ഈ ചുമച്ച് കഫം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്, മുറിഞ്ഞു പോകുന്ന കഫം, അവിടെ ഇത് കഷായം വെച്ച് തേൻ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതപ്പം നിൽക്കും. പിന്നെ ഇതിന് ഈ ഇലയും ഇതൊക്കെ കൂടി അരച്ച് പേസ്റ്റാക്കിയിട്ട് വെളിച്ചെണ്ണയിൽ ചാലിച്ച് ഈ ഒടിയിലൊക്കെ ഉണ്ടാകുന്ന ചൊറിയിൽ പരട്ടിക്കഴിഞ്ഞാൽ ചൊറിച്ചിലും മാറും. അതിൻ്റെ ആ ഒരു ഫംഗൽ ഇൻഫെക്ഷനാണ്, അതും മാറും.